13 മാസം മുമ്പ് 260 പേരുടെ ദാരുണ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ സംഭവിച്ചത് എന്താണ്? AI-171 വിമാന അപകടവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തിൽ അസ്വാഭാവികതകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത്. വർഷകാല സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി സിവിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളാണ് ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. നേരത്തെയും ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസികളടക്കം പരിശോധിച്ച് വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ചിലോ ലോക്കിംഗ് സംവിധാനത്തിലോ ഒരു തകരാറും ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ളൊരു പത്രമാണ് ഇക്കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ നടത്തിയ നൂതന പരിശോധനകളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിലോ ലോക്കിംഗ് സംവിധാനത്തിലോ തകരാറൊന്നും കണ്ടെത്തിയില്ലെന്നാണ് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോൾ പറഞ്ഞത്. ഈ വിമാനങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ തുടർച്ചയായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ധന സ്വിച്ചിൻ്റെ കാര്യത്തിൽ വ്യക്തത വന്നെങ്കിലും വിമാനത്തിൻ്റെ ത്രസ്റ്റ് കൺട്രോൾ മൊഡ്യൂളിൻ്റെ വിശദമായ പരിശോധന സിയാറ്റിലെ വിമാന നിർമ്മാണശാലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ പരിശോധനാ ഫലങ്ങൾക്കായി ഇന്ത്യയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാധ്യമായ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും നിലവിൽ സൂക്ഷ്മമായ വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. അപകടത്തെക്കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്നുവെന്ന ആരോപണങ്ങളും കേന്ദ്ര സർക്കാർ തള്ളി. വലിയ വിമാനാപകടങ്ങളിലെ അന്വേഷണങ്ങൾ പുതിയ തെളിവുകൾ പുറത്തു വരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നും അതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്നും സർക്കാർ സഭയിൽ തന്നെ വ്യക്തമാക്കി. അന്വേഷണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായുടൻ റിപ്പോർട്ട് വെബ്സൈറ്റിലടക്കം പ്രസിദ്ധീകരിക്കും. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കാൻ തുടങ്ങിയ എയർ ഇന്ത്യയുടെ AI-171 വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീണത്. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരിൽ 241 പേരും അപകടത്തിൽ മരണപ്പെട്ടു. ഇതിനു പുറമെ കെട്ടിടത്തിലുണ്ടായിരുന്ന 19 വിദ്യാർത്ഥികളടക്കം ദുരന്തത്തിനിരയായി. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിമാനയാത്രക്കാരനായി വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ജീവൻ നഷ്ടപ്പെട്ടു. ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വൻ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവശിഷ്ടങ്ങളിൽ നിന്നും ജീവനോടെ പുറത്തുവരികയും ചെയ്ത ഒരേയൊരു വ്യക്തി UK സ്വദേശി വിശ്വകുമാർ രമേശ് മാത്രമായിരുന്നു. GE എയർസ്പേസ് നിർമ്മിക്കുന്ന എഞ്ചിനുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിച്ചത്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ബോയിങ് 787 വിമാനത്തിൻ്റെ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഒരേ സമയം റൺ അവസ്ഥയിൽ നിന്നും കട്ട് ഓഫ് അവസ്ഥയിലേക്ക് മാറിയതായി കണ്ടെത്തി. ഇതേ തുടർന്ന് വിമാനം വായുവിലേക്ക് ഉയർന്ന നിമിഷത്തിനകം 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എഞ്ചിൻ പരിശോധനകൾ നടത്തുകയും എഞ്ചിൻ മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ കൂടുതൽ വിശകലനത്തിനായി ഫ്രാൻസിൽ എത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത് എന്നതിന് ന്യായീകരണമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അപകടം നടന്ന് 1 വർഷത്തിലധികം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സങ്കീർണമായ കേസുകളിൽ അന്വേഷണം നീണ്ടുപോകാറുള്ളതിനാൽ ഓരോ വാർഷികത്തിലും നിലവിലെ അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകും. ഈ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം തികച്ചും സങ്കീർണവും സമയമെടുക്കുന്ന ഒന്ന് തന്നെയാണ്. തികച്ചും ദുരൂഹവുമാണ് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തീഗോളമായി താഴേക്ക് പതിച്ചതും. എന്തായാലും 13 മാസം മുമ്പ് രാജ്യത്തെ നടുക്കിയ, ലോകത്തെ ഒന്നാകെ നടുക്കിയ 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് ലണ്ടൻ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അപകടത്തിൽ യഥാർത്ഥ വസ്തുത അധികം താമസിയാതെ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും കരുതുന്നത്. വിമാന ദുരന്തത്തിൽ പൈലറ്റിൻ്റെ പങ്കിനെക്കുറിച്ചും കിംവദന്തികൾ ഏറെ ഉയർന്നിരുന്നു. കോ പൈലറ്റ് ക്ലൈവ് കുണ്ടർ വിമാനം നിയന്ത്രിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടിലും പൈലറ്റുമാരെ ഔദ്യോഗികമായി കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ടേക്ക് ഓഫ് സമയത്ത് ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റായ ക്ലൈവ് കുണ്ടർ വിമാനം നിയന്ത്രിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. 1100 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ഫസ്റ്റ് ഓഫീസറായിരുന്നു ക്ലൈവ് കുണ്ടർ. എങ്കിലും നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു. അതാണ് കോ പൈലറ്റ് ക്ലൈവ് കുണ്ടറിൻ്റെ ഇടപെടൽ അതൊരു ആത്മഹത്യയായിരുന്നോ അതോ സാങ്കേതിക അബദ്ധമായിരുന്നോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത്. മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധ അഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെ വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു.
പൈലറ്റുമാരുടെ പിഴവായിരുന്നു അപകട കാരണം എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങളെ പക്ഷേ ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടനകൾ തള്ളി. പൈലറ്റിൻ്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ. അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ എയർ ഇന്ത്യ ബോയിങ് 787 വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്നും കട്ട് ഓഫ് സ്ഥാനത്തേക്ക് എന്തിനാണ് മാറ്റിയത് എന്ന് ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. ഇത് പുറത്തു വന്ന പൈലറ്റുമാരുടെ സംഭാഷണത്തിലുണ്ടെന്നാണ് സൂചന. താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടി പറയുന്നുണ്ട്. ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്ന് വ്യക്തമല്ല. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് ഇൻ കമാൻഡിൻ്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു. 2 എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത്. ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ചെറിയ സംഭാഷണത്തിന് മുമ്പും പിമ്പുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണത്തിന് വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. വിമാന അപകടം സംബന്ധിച്ച കാരണത്തെക്കുറിച്ച് ഇപ്പോഴും വിദഗ്ധർക്ക് പല അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തത വരൂ എന്ന ഉറപ്പിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ.